വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ള സൈനികരുടെ സംഘവും ധീരതയും സാമർഥ്യവും കൊണ്ട് ഇടിമുഴക്കുന്ന ലീജിയൻ എന്ന പേര് നേടിയവരുമായിരുന്നു സെബാസ്റ്റയിലെ 40 ക്രൈസ്തവ സൈനികർ. ചക്രവർത്തി ലിസീനിയൂസിന്റെ ആജ്ഞപ്രകാരം വിഗ്രഹദേവന്മാർക്ക് സൈനികർ ബലിയർപ്പിക്കണമെന്ന കൽപ്പനയോട് അവർ ഇപ്രകാരം പ്രതികരിച്ചു: ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. യാതൊരു മർദ്ദനവും ഞങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കാൻ മതിയാവുകയില്ല. തുടർന്ന് അവരെ ചമ്മട്ടി കൊണ്ടടിക്കുകയും ഉദരം വലിച്ചു കീറുകയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലാക്കുകയും ചെയ്തു. ഒരു വിധത്തിലും വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന 40 പേരെയും നഗ്നരാക്കി മഞ്ഞിൽ കിടത്തുകയുണ്ടായി. തങ്ങൾ 40 പേർക്കും വിശ്വാസ സ്ഥിരതയുണ്ടാകാനും രക്തസാക്ഷിത്വ മകുടമണിയാൻ കൃപ ലഭിക്കാനും അവർ പ്രാർത്ഥിച്ചു. 39 കിരീടങ്ങളുമായി സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങിവരുന്നത് ദർശിച്ച കാവൽ ഭടന്മാരുടെ മുന്നിൽ വെച്ച് സൈനികരിൽ ഒരാൾ നഷ്ടധൈര്യനായി വിശ്വാസം തള്ളിപ്പറയുകയും കാവൽ ഭടന്മാരിൽ ഒരാൾ ആ സൈനികന്റെ സ്ഥാനം ഏറ്റെടുത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതായും ചരിത്രം പറയുന്നു. കൊടും മഞ്ഞിൽ കഠിനമായ മുറിവുകളോടെ തണുത്ത് വിറങ്ങലിച്ച് അവർ ഓരോരുത്തരായി മരിക്കുകയും തങ്ങളുടെ നിത്യകിരീടം സ്വന്തമാക്കാൻ യാത്രയാകുകയും ചെയ്തു.